ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷാപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു. സ്പെയർ പാർട്ട് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽസ് എന്നിടണമെന്ന് തീരുമാനിച്ചു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിനിപ്പോ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്. പറഞ്ഞു കൊടുക്ക തങ്കക്കുട്ട. ആണോ? ആഹാ, അത് ശരി. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്ന് പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അതെ, ഉറപ്പാണല്ലോ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതി. ഉത്തമനോ? ഇരിക്കെ. ഉത്തമന് ചോറ് കൊടുക്ക്. ഒന്നും വേണ്ട. ഇത് കണ്ടോ? ആർക്കാ കല്യാണം? നമ്മുടെ സ്വന്തം അളിയന്. അജയനോ? ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസവും യോഗ്യതയൊന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും. ആരെ അറിയിച്ചു എന്നാ സുധാകരേട്ടെ ഈ പറയണേ? എന്റെ ഓട്ടോ മുതലാളിക്ക് എഴുത്തായത്. നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ, കല്യാണം നിശ്ചയിച്ച വിവരമെങ്കിലും വന്ന് പറയേണ്ട സാമാന്യ മര്യാദ അല്ലേ? ഇത് അങ്ങനെ വിട്ട പറ്റില്ല ഏട്ടാ. നീ ആ തങ്കക്കുട്ടൻ നീ വരാൻ പറ, അവനും കൂടി അറിയട്ടെ വിവരം. ചെല്ല്. സദ്യയുടെ കോൺട്രാക്ട് നീ ഏറ്റെടുത്താലെന്ന് ആലോചിക്ക ഉത്തമ. നല്ല അവിയലും സാമ്പാറും പച്ചടിയും ഒക്കെ വെക്കും ഞാൻ ആമ്പിള്ളേരുടെ കല്യാണത്തിന്. ഇത് പോക്കരത്തര അല്ലേ? ഇതെന്താ ഇത്? നമ്മളൊക്കെ വേറെ 7ാം കുലികളാക്കി കളഞ്ഞില്ലേ? ഇതൊന്നും ഇല്ലാതെ അടങ്ങി കഴിയാൻ വെച്ചവന്മാരെ സമ്മതിക്കൂല. അത് നിന്ന് ഞാനും 2 അടിച്ചു. വേണ്ട, അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. മേലേടത്ത് രാവുണ്ണി നായർ. മേലേടത്തെ രാവുണ്ണി നായർ. പുരുഷോത്തമൻ നായർ. അതാരാ? അതാരെങ്കിലും ആവട്ടെ, അങ്ങേരെ ക്ഷണിക്കണം. വലിയ പണക്കാരനല്ലേ? നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ആളായിട്ട് അങ്ങേര് വരുമ്പോ അത് നമുക്കൊരു അന്തസ്സാ. നീ എന്താടി മുഖം വീർപ്പിച്ചിരിക്കണേ? എന്നാലും എന്റെ കുട്ടികളെയും കൂടി അറിയിക്കാണ്ട്. അവള് തുടങ്ങി. ഒരു നല്ല കാര്യം നടക്കുമ്പോ അപ്പ അവള് കണ്ണു നിറയ്ക്കാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീകരണം വെക്കാം. അതിനെല്ലാവരെയും വിളിക്കാം. അല്ലാതെ കല്യാണത്തിന് കണ്ട ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിറ്റിക്കാരും വന്നാൽ മേനോൻ സാറിന് അത് ഇഷ്ടാവില്ല. അങ്ങേര് അത് എന്നോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട. പക്ഷെ ഇവര് മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ? സ്വന്തം അളിയന്റെ കല്യാണക്കാര്യം നാട്ടുകാര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുധാകര. ഒന്നും പറയണ്ട. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു എന്ന് കരുതിയല്ലേ? അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഇങ്ങനെ 3 മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ, നമുക്ക് പോവാം. വാ ചേച്ചി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയ്ക്കൊക്കെ അല്ലേ പറഞ്ഞോളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന് പൊട്ടിച്ചേനെ. തെറ്റ് എന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു. അല്ലേ ശാരദ? അതെ മക്കളെ. നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി
നിങ്ങളുടെ സ്വന്തം മളിയനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെ സുധാകരൻ? ഞാനിവിടെ ഉണ്ട് അച്ഛാ. തങ്കക്കൂട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഉത്തമ, ഞങ്ങൾ എല്ലാവരും അമ്മാവന്റെ കൂടെ ഉണ്ട്. ഈശ്വരാ. എന്ത് കഷ്ടം അറിയുന്നേ. അമ്മേ, ഞങ്ങൾ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടന് ഒരു ഹോട്ടൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടനും പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ആഹാ, ജയശ്രീ ഓട്ടോമൊബൈൽസ്. അമ്മേ, നമ്മുടെ ആളിനും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാൽ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ. ഒരു നല്ല കാര്യത്തിനല്ലേ, അമ്മ പറഞ്ഞു നോക്കാം. മൈക്ക് ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പാടുന്നേ? മാണിക്യ വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്യ വീണയുമായി പാട്. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകയില്ലേ വീണ നീട്ടുകില്ലേ നിന്റെ വേദനയല്ല. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ. അവൻ ചെക്കൻ്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാൽ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്, ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിക്കാൻ നീ ഒന്ന് നോക്കാം. വേണ്ട സുധാരേട്ടാ, അളിയന്റെ കല്യാണം പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മൈക്കം കൊടുത്തേ. ഇയാളെ അതിന് നീ പാട്. പാളികള് അയാളെ ഞാൻ വേണ്ട, അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമേളാടാ. എന്താടാ ഇത്? ചങ്കക്കുട്ട എന്താ ഇത്? ഓട്ടോ ബന്ധല്ലേ? എല്ലാം ദൈവനിശ്ചയ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും, അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റിയിട്ടാൻ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യയുണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട് കൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളർത്താക്കണ്ട സാറേ. ഞങ്ങൾ അജയ
നടത്തും. നടത്തിക്കില്ല. കാണാം. ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. പ്രശ്നം അജയ, ഇവന്മാരിവിടെ ഇറക്കി വിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കനില്ല തന്റെ മോളെ താൻ കെട്ടു. എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. മതി. അജയ, എന്താ നിന്റെ തീരുമാനം? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഒന്ന് പറയട്ടെ. കാര്യം പറ. എന്താ? എന്നെ വിട്. എന്താ ഇവിടെ തന്നെ. എന്താ താനെന്താണോ പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? അവരൊക്കെ വലിയ ആൾക്കാരാ. നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരൊന്ന് മാറിയിക്കാൻ പറ. അവർക്ക് അടുത്ത പന്തിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളുമില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ? പറയുന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അജയന്റെ അമ്മ ഇതിൽ ഇടപെടണ്ട. നിങ്ങളൊന്നും നിർത്ത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മാവ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. 3 സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. വാ. അയ്യോ പോകരുത് മക്കളെ, മക്കളെ പോകരുത് മക്കളെ. മതി, അത് മതിയടോ. ഏതോ ഒരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്. അതിന്റെ തണ്ട. അതെ. പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. സ്ഥലം SI ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരിവിരുന്ന് പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സാർ. എന്താ പ്രശ്നം? ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ? ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയെന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ട് വരുന്നൊരു കുരിച്ച്. അതാര്? ഒരു കഴിവരുടെ മോൻ. പലവട്ടം പറഞ്ഞു നോക്കി, അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അത്ര തന്നെ. ഡാഡി അജയേട്ടനോട് എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ. ഞാനത് അങ്ങ് മറന്നുപോയി. ഓ, മോൾ പോയി കുടിക്കാൻ തന്നെ എടുത്തോണ്ട് വാ. ചെല്ലേ മോനിരിക്കും. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാം അങ്ങളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്. നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം. എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ, മോശാവില്ല. പിന്നൊരു കാര്യം, നിനക്ക് എന്താവശ്യം വന്നാലും ഒരു അച്ഛനോടെന്ന പോലെ എന്നോട് പറയാം. നിന്നെ മരുമകനായിട്ടല്ല, മകനായിട്ടാ ഞാൻ കാണുന്നേ. എല്ലാം എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നൊരു കളി കളിക്കാം. ഇങ്ങോട്ടിരിക്കും മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കുമോനെ, നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കഴിക്കേ. അപ്പൊ ഇതാർക്കാ? അത് കൊള്ളാം. നിങ്ങൾ കമ്പനി വിടുമ്പോ ഞാൻ ചുമ്മാ ഇരിക്കണോ? കേട്ടോ അജി, കൊച്ചുനാള് മുതലേ ഇവിടെ ഒരു കുസൃതിയാ.